നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 ആഴ്ച മുമ്പ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ആ വീഡിയോ കാണുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തും ഇതുവരെ കാണാത്തവർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് 2 ആഴ്ചയോളം വെച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ടും നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ, അതിലും ടേസ്റ്റിൽ രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിരിക്കുകയാണ്. അതിന്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ മൊത്തം 2.25 കപ്പ് മൈദ എടുക്കുകയാണ്. അതിൽ 1/2 കപ്പ് മൈദ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ ചേർത്ത് കൊടുക്കും. ഇനി അരിപ്പയിലേക്ക് ഇട്ടിരിക്കുന്ന മൈദയിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഫിൽട്ടർ ചെയ്യുകയാണ്. നന്നായിട്ട് ഇവിടെ ഫിൽട്ടർ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ബട്ടറും ഷുഗറും ഞാൻ ബീറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 150 ഗ്രാം ബട്ടർ എടുത്തിരിക്കുകയാണ്. അവയൊന്ന് ബീറ്റ് ചെയ്യുകയാണ്. ഇനി അതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2.25 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ വീതം ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യുകയാണ്. ഇനി അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അവ ഓരോന്ന് വിധം അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് അവ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബട്ടറും ഷുഗറും എഗ്ഗും ഇവിടെ ബീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 5 സൈസ് എസൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഓറഞ്ച് എസൻസ്, വാനില എസൻസ്, പ്ലം എസൻസ്, റം എസൻസ്, പൈനാപ്പിൾ എസൻസ്. നമ്മൾ എല്ലാ എസൻസും നിങ്ങൾക്ക് അവൈലബിൾ അല്ല എങ്കിൽ റം എസൻസും പ്ലം എസൻസും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഞാനിവിടെ മൊത്തം 2 ടീസ്പൂൺ മാത്രമാണ് ഈ എസൻസ് എല്ലാം കൂടി ചേർത്ത് 2 ടീസ്പൂൺ മാത്രമാണ് ഇവിടെ ചേർക്കുന്നത്. കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ റമ്മും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്ത സമയത്ത് മസാല ഇട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ 1 ടീസ്പൂൺ മസാല കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട, ജാതിക്ക എന്നിവ ക്രഷ് ചെയ്തെടുത്ത മസാലയാണിത്. 1 ടീസ്പൂൺ മസാല ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ജാം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ മിക്സഡ് ഫ്രൂട്ട് ജാം ആണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ജാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ബീറ്റ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യുകയാണ്.
ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിൽ ആദ്യം മൈദ ചേർത്തിരുന്നു. മൈദ മിക്സ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അതിലേക്ക് ഒരു 2-3 സ്പൂൺ ഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അത് ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ബാറ്റർ റെഡിയായി വന്നിരിക്കുകയാണ്. കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി ഞാൻ ഈ ബാറ്റർ ട്രേയിലേക്ക് മാറ്റുകയാണ്. ഞാനിവിടെ 2 ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ഒരു 7 ഇഞ്ചിന്റെ ട്രേയും 8 ഇഞ്ചിന്റെ ട്രേയും. ഇനി റെഡി ആയിരിക്കുന്ന ബാറ്റർ ഈ ട്രേയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അവ ഒന്ന് ടാപ്പ് ചെയ്യുകയാണ്. അവ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാനായിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ്. 5 മിനിറ്റ് മുമ്പ് ഞാൻ ബേക്ക് ചെയ്യാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ചിരുന്നു. ഒരു 5 മിനിറ്റ് എങ്കിലും ഇത് പ്രീഹീറ്റ് ചെയ്യണം. അപ്പോൾ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന പാത്രത്തിലേക്ക് ഞാൻ ഈ ട്രേ രണ്ടും വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ ആ കേക്കിന്റെ മുകളിലായിട്ട് നട്ട്സും മുന്തിരിയും വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയി വന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് രുചികരമായിട്ടുള്ള പ്ലം കേക്ക് നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.